ബിഗ് ബോസ് സീസൺ 6-ൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ദുബായ് മൊബൈൽസ് കടയ്ക്കൽ നൽകുന്ന 14,000 രൂപ വില വരുന്ന ലെനോവയുടെ 2 അടിപൊളി ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അങ്ങനെ ബിഗ് ബോസ് മലയാളം 6-ന്റെ ആദ്യത്തെ എപ്പിസോഡിൻ്റെ, അതായത് ടി വിയിലെ ആദ്യത്തെ എപ്പിസോഡിൻ്റെ ഒരു സംഗ്രഹമാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ആക്ച്വലി വളരെ നല്ലൊരു എപ്പിസോഡായിരുന്നു. വിരസതയില്ലാത്തൊരു എപ്പിസോഡ് തന്നെയായിരുന്നു. അടിയും വഴക്കും ഒക്കെ രാവിലെ നമ്മൾ പറഞ്ഞതാണ്. എനിവേ, ഇന്ന് ഏറ്റവും അധികം ഫോക്കസ് കിട്ടിയിരിക്കുന്നത് സിജോയ്ക്കും അർജുനും തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം ഈ ബിഗ് ബോസ് സീസണിലെ ഏറ്റവും 2 പ്രമുഖ താരങ്ങൾ അർജുനും സിജോയും തന്നെയായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും അധികം കോമഡി കഥാപാത്രമായത് നമ്മുടെ ജിൻഡോ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ബിഗ് ബോസ് സീസണിലോടുകൂടി ഏറ്റവും മികച്ച ഒരു കൊമേഡിയനായി ഈ ബോഡി ബിൽഡർ മാറുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ ചായയോടുള്ള, ചാരായമായിരുന്നെങ്കിൽ വേണ്ടിയില്ലായിരുന്നു, ചായയോടുള്ള ഈ ഒരു വലിയ ഭ്രമമാണ് അദ്ദേഹത്തെ ഈ നിലയിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. പിന്നെ റോക്കിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നോമിനേഷനിൽ വന്നതിൽ അദ്ദേഹത്തിന് വലിയ വിഷമമുണ്ട്. ആരും അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്യുമെന്ന് അദ്ദേഹം ധരിച്ചില്ല. അതിൽ അദ്ദേഹത്തിന് വലിയ ഒരു വിഷമമുണ്ട്. ഇനി അൻസിബയുടെയൊക്കെ കാര്യം എടുക്കുകയാണെങ്കിൽ ദൃശ്യം സെക്കൻഡിൽ കണ്ട അതേ അവസ്ഥയാണ്, മറ്റേ ഫിക്സ് വന്നൊരവസ്ഥയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. എനിവേ, ഈ സീസണിലെ ഏറ്റവും മികച്ച പ്ലെയറുകളാവാൻ പോകുന്ന വ്യക്തികൾ ഒന്ന് സിജോയും മറ്റൊന്ന് അർജുനുമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്ത കാര്യമാണ്. ബാക്കി ഉള്ളവരെക്കുറിച്ചൊന്നും ഇപ്പോൾ ഈ നിമിഷം നമുക്ക് പറയാൻ കഴിയില്ല. അവരുടെ കുറച്ച് പെർഫോമൻസുകൾ കണ്ടാൽ മാത്രമേ നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. രതീഷ് വളരെ നല്ല പ്ലെയർ ആണെന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും വളരെ അനാവശ്യമായി പ്രവോക്ക് ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെയേറെ പ്രതീക്ഷയുണ്ടായിരുന്ന ഗബ്രിയലിൻ്റെ ഭാഗത്തു നിന്നൊന്നും പ്രത്യേകിച്ച് നീക്കങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. മുടിയനാണെങ്കിൽ അവിടെ ഉണ്ടോ എന്ന് പോലും അറിയില്ല. ശരണ്യ ആനന്ദിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ജാസ്മിൻ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും അധികം സന്തോഷകരമായ കാര്യം. മറ്റുള്ളവരെയൊന്നും എടുത്തു പറയാൻ സാധിക്കുന്നില്ല. ജിൻഡോ തൻ്റെ ഏറ്റവും ഒടുവിലത്തെ ക്യാമറ സ്പേസിന് വേണ്ടിയുള്ള ആ ഒരു ചായ ഫൈറ്റ് വളരെ മികച്ചതായി ഒരുപക്ഷെ ജിൻഡോയുടെ ആരാധകർക്ക് മാത്രം തോന്നിയേക്കാമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എനിവേ, നമ്മൾ പ്രതീക്ഷിച്ചതിലും വിഭിന്നമായി ഈ സീസണിൽ ഒരുപക്ഷെ കൂടുതൽ വാഴകൾ സൃഷ്ടിക്കപ്പെട്ടേക്കാം. കൂടുതൽ അപ്ഡേറ്റുമായി വീണ്ടും കാണാം. ബൈ.